ബോസ് സീസൺ 8 അമൽ പുറത്തായിരിക്കുകയാണ്. അമലിനെ കുറിച്ച് നമ്മുടെ റിയാസും അഖിൽമാരാരും പറഞ്ഞ വളരെ കറക്റ്റായിട്ടുള്ള കാര്യമാണ്. കാരണം അമല് എന്തൊക്കെ കഴിവുകളുണ്ടെന്നോ അമലിനെ എങ്ങനെ ഇതിൽ പെർഫോം ചെയ്യാൻ പറ്റുമെന്നോ ഒന്നും നമുക്കാർക്കും അറിയത്തില്ല. അമൽ പക്ഷേ ഔട്ടായിരിക്കുകയാണ്. അമൽ ഔട്ടാകാനുള്ള പുറത്തു പോകാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമൽ ശരിക്കും ഒന്നും അവിടെ ചെന്നിട്ട് സംസാരിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. വെറുതെ നിൽക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ നമ്മൾ ബിഗ് ബോസിൽ മത്സരിച്ച് പോകുന്നത്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കാണിക്കുകയും ചെയ്യുകയൊക്കെ ചെയ്യണം. പക്ഷേ അമലിൻ്റെ ഭാഗത്ത് നിന്ന് പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും ഉണ്ടാകുന്നില്ല. അമൽ ആദ്യമേ കുറച്ച് ഗെയിം നന്നായിട്ട് കളിച്ച് പിന്നെ മോശമായിട്ട് പോയി. അങ്ങനെ അമൽ ഒരു വ്യക്തതയില്ലാത്ത രീതിയിലാണ് കളിച്ചതെന്ന് പറയാം. അതുകൊണ്ട് തന്നെയാണ് അമലിന് അത് പിടിച്ച് നിൽക്കാൻ പറ്റാതെ പോയത്. അപ്പോൾ അത് അമൽ ഔട്ടായിരിക്കുകയാണ്. അപ്പോൾ എന്ത് പറഞ്ഞാലും നമ്മളിപ്പോൾ ഒരു ബിഗ് ബോസിലേക്ക് വരുമ്പോഴത്തേക്ക് ബിഗ് ബോസിൽ അതിൻ്റെ ആ ഒരു അണിയറ പ്രവർത്തകർ അത് നടത്തുന്ന ആൾക്കാർക്ക് ഒരു ഇത് കാണുമല്ലോ. അവർക്ക് അവരുടെ ഒരു ആൾക്കാർ എങ്ങനെ പെർഫോം ഇതാകണം അങ്ങനെ എന്നൊക്കെയുള്ള ഒരു എക്സ്പെക്റ്റേഷൻ, ഒരു ആഗ്രഹം അവർക്കൊരു ഇത് ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് അവിടെ കളിക്കാൻ പറ്റണം എങ്കിൽ നമ്മൾ അതിനനുസരിച്ച് പെർഫോം ചെയ്യുകയും നമ്മുടെ കഴിവുകൾ പുറത്തു കൊണ്ടുവരികയും ചെയ്യണം. പക്ഷേ അമലിൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു ഇതുണ്ടായില്ല. ഇപ്പം ഇപ്പം റിയാസും അഖിൽമാരാരും ഒക്കെ പറഞ്ഞ പോലെ തന്നെ അമൽ അവിടെ ചെന്നിട്ട് ഒരു നന്നായിട്ട് കളിക്കാത്തൊരു രീതിയിൽ ഇങ്ങനെ വെറുതെ ഇങ്ങനെ നിന്നിട്ട് പോവുക ഒരിതായിട്ടാണ് നമുക്കെല്ലാവർക്കും തോന്നിയിരിക്കുന്നത്. അവിടെ നിൽക്കുന്ന ആൾക്കാർക്കാണേലും എല്ലാവരുടെയും ഈ ജഡ്ജസിൻ്റെ ആണേലും അല്ലെങ്കിൽ ഇത് നടത്തുന്നവരുടെ ആണേലും എല്ലാവരുടെയും നമ്മളൊരു ശ്രദ്ധയിൽ പെടാൻ വേണ്ടിയിട്ടാണ് നമ്മളവിടെ ചെന്നിട്ട് പെർഫോം ചെയ്യേണ്ടത്. അല്ലാതെ അവിടെ വെറുതെ ഇങ്ങനെ നിന്നാലോ അല്ലെങ്കിൽ സംസാരിക്കാതിരുന്നിട്ടോ കാര്യമില്ല. നമ്മളവിടെ ചെല്ലുമ്പോഴത്തേക്ക് നമുക്ക് എന്തൊക്കെ പെർഫോം ചെയ്യാൻ പറ്റുമോ അതൊക്കെ നമ്മൾ അതിൽ കാണിക്കുക, പിടിച്ചു നിൽക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക, ഓരോ ടാസ്കുകളും നല്ല ഭംഗിയായിട്ട് ചെയ്യാൻ വേണ്ടി നോക്കുക, അതൊക്കെയാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അപ്പോൾ ആ ഒരു നീക്കം നമ്മുടെ അമലിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. അതുകൊണ്ട് അമൽ ഔട്ടായിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് അമലിൻ്റെ ആ ഒരു പെർഫോമൻസിനെ കുറിച്ചും ഇതിനെക്കുറിച്ചൊക്കെ ഉള്ള നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത്, അമലിനി എങ്ങനെ ഈ പരിപാടി വന്നിട്ട് അമൽ ഇപ്പോൾ കാണിച്ചിരിക്കുന്ന രീതിയിൽ മതിയായിരുന്നോ അതോ അമലിൻ്റെ ഭാഗത്തു നിന്ന് കൂടുതലായിട്ട് എന്തെങ്കിലും പെർഫോമൻസ് വേണമായിരുന്നോ എന്നൊക്കെയുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കാര്യങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തിക്കോ. അപ്പോൾ ശരി പിള്ളേരെ, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ.